യാതൊരു പക്ഷപാതവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ, വളരെ സ്കിൽഡ് ആയ സിനിമാ നിരൂപകർ. ഇവരൊക്കെ ഇരുന്ന സിനിമകൾ ഫ്രെയിം ബൈ ഫ്രെയിം ആയി കണ്ട് സിനിമാറ്റിക് മാസ്റ്റർ പീസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് അവാർഡ് കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വീര സവർക്കറിന് ബെസ്റ്റ് ഡിബാറ്റ് ഫിലിം അവാർഡും പുഷ്പ 2 മികച്ച തിരക്കഥയുള്ള അവാർഡും കിട്ടുമ്പോൾ തന്നെ അങ്ങനെയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? വേറെ എങ്ങനെയാകും ഈ അവാർഡുകൾ കൊടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയുമുണ്ടോ? ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. വരും വർഷങ്ങളിൽ ദുരന്തർ എന്ന സിനിമയ്ക്ക് തീർച്ചയായും ഒരുപാട് അവാർഡുകൾ കിട്ടും. അത് ആ സിനിമ നല്ലൊരു ക്രാഫ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, അതിലെ പ്രൊപ്പഗണ്ട കൊണ്ടുകൂടിയുമാണ്. അതൊരു കൈപ്പേറിയ സത്യമാണ്. പക്ഷെ അതുപോലത്തെ സിനിമകൾക്ക് അത് ഓക്കെയാണ്. എന്നാൽ എന്തിനാണ് പുഷ്പയ്ക്ക്, എന്തിനാണ് സവർക്കറിന്, എന്തുകൊണ്ട് ഗോഡ് ലൈഫ് ഇഗ്നോർ ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് കിഷ്കിന്ധഖണ്ഡം തഴയപ്പെടുന്നു, എന്തുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് അപ്രസക്തമാകുന്നു? പിന്നെ ഈ 2026 ജൂലൈ 18 നടന്ന 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ എനിക്ക് വ്യക്തിപരമായി ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് കുറച്ചു കഴിഞ്ഞ് ഞാൻ പറയാം. പക്ഷെ അതിനുമപ്പുറം ഈ അവാർഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ? ഇതിന് പിന്നിലുള്ള ഡാർക്ക് റിയാലിറ്റി എന്താണ്? ലോബി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാത്രമല്ല, ഈ മൊത്തം സിസ്റ്റം ആരുടെ കയ്യിലാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനെല്ലാം മുൻപ് ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹേസന. അധികം ആരും ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് സിനിമാ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ നോട്ട് റിഗ്രറ്റ് ആഫ്റ്റർ വാച്ചിങ് ദിസ്. 2024 മൊത്തം 161 സിനിമകൾ 24 ഭാഷകളിലായിട്ട് വന്നു. 11 ജൂറിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വിഷയം എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, കിഷ്കിന്ധഖണ്ഡത്തിനും മഞ്ഞുമ്മൽ ബോയ്സിനും ഗോഡ് ലൈഫിനും മഹാരാജയ്ക്കും മെയ്യായകനും വാഴയ്ക്കും കിട്ടേണ്ടിയിരുന്ന അർഹതപ്പെട്ട അവാർഡുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് സൗത്ത് ഇന്ത്യയിലെ 2024 ഇറങ്ങിയ ഏറ്റവും മികച്ച കുറച്ച് സിനിമകളെ ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൃഥ്വിരാജ് എന്ന നടൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങൾ മാറ്റിവെച്ച് തന്റെ ശരീരവും മനസ്സും കൊടുത്ത, ശരിക്കും ആ കഥാപാത്രമായി ജീവിച്ചു കാണിച്ച സിനിമയായിരുന്നു ആടുജീവിതം. അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് ഉറപ്പാണെന്ന് നമ്മൾ പലരും വിശ്വസിച്ചു. റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഒന്നുമില്ല. അതുപോലെ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച മഞ്ഞുമ്മൽ ബോയ്സ്, അല്ലെങ്കിൽ റൈറ്റിംഗിൽ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കിഷ്കിന്ധഖണ്ഡം, ഈ സിനിമകൾക്കൊന്നും ഒരു കാറ്റഗറിയിലും അവാർഡില്ല. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് മികച്ച തിരക്കഥ എന്ന അവാർഡ് പുഷ്പ 2 കൊണ്ടുപോയതെന്ന് ഓർക്കണം. ഏത്? ബെസ്റ്റ് തിരക്കഥ. ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമകൾക്ക് അവാർഡ് കിട്ടിയില്ലല്ലോ എന്ന ദേഷ്യം ആളുകളുടെ ഉള്ളിൽ വരാൻ കാരണം മികച്ച തിരക്കഥയായി പുഷ്പ 2നും വീര സവർക്കർ, ആർട്ടിക്കിൾ 370 തുടങ്ങിയ സിനിമകൾക്ക് കിട്ടിയ അംഗീകാരങ്ങളുമാണ്. കാരണം ചില കാര്യങ്ങൾ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോ അതിന് വിരുദ്ധമായി അവർ അവാർഡ് കൊടുക്കുമ്പോൾ എതിർക്കപ്പെടും. കിഷ്കിന്ധഖണ്ഡത്തിലെ തിരക്കഥയിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ പെർഫെക്ഷൻ ഉണ്ട്. പക്ഷെ പുഷ്പ 2 നിരൂപകർ മുതൽ സാധാരണ പ്രേക്ഷകർ വരെ അതിന്റെ റൈറ്റിംഗിനെ വിമർശിച്ചിരുന്നു. കിഷ്കിന്ധഖണ്ഡത്തിലെ വിജയരാഘവന്റെയും ആസിഫ് അലിയുടെയും പെർഫോമൻസ് ഒക്കെ അതിഗംഭീരമായിരുന്നു. എന്തുകൊണ്ട് ഇതൊന്നും അവർ ശ്രദ്ധിച്ചില്ല? മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ നിഷ്പക്ഷമായ തോന്നിയ ഒന്നായിരുന്നു മമ്മൂട്ടിക്ക് കിട്ടിയ ബെസ്റ്റ് ആക്ടർ. അഭിമാനം തോന്നിയ ആ മൊമെന്റിൽ പോലും ചെറിയ രീതിയിൽ പലർക്കും വിഷമമായ മറ്റൊരു സംഗതി കൂടെ നടന്നു. ബെസ്റ്റ് ആക്ടർ അവാർഡ് ഷെയർ ചെയ്യപ്പെട്ടു വിത്ത് കാർത്തിക് ആര്യൻ ഫോർ ചന്തു ചാമ്പ്യൻ മൂവി. കാർത്തിക് ആര്യന്റെ അഭിനയത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ബ്രഹ്മയുഗത്തിലെ മമ്മൂക്ക കാഴ്ചവെച്ച ആ അവിശ്വസനീയമായ പെർഫോമൻസുമായിട്ട് കാർത്തിക് ആര്യനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന ഒന്നാണോ അത്? അതുപോട്ടെ, കാർത്തിക് ആര്യന്റെ മുകളിൽ നിൽക്കുന്ന അഭിനയം കാഴ്ചവെച്ച മിനിമം 5 ആക്ടറെങ്കിലും ഈ ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. മഹാരാജയിലെ വിജയ് സേതുപതിയുടെ അഭിനയവും ഗോഡ് ലൈഫിലെ പൃഥ്വിരാജിന്റെ അഭിനയത്തിനും കിഷ്കിന്ധഖണ്ഡത്തിലെ വിജയരാഘവൻ, ആസിഫ് അലിയും ഒക്കെ മുകളിലായിരുന്നു കാർത്തിക് ആര്യൻ. ഇവിടെയാണ് നമ്മൾ സിനിമ ലോബിയെ പറ്റി മനസ്സിലാക്കേണ്ടത്. ലോബി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവാർഡ്സിലോ കോമ്പറ്റീഷനിലോ ജൂറിയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നവരോ ഉണ്ടാകുമല്ലോ. അവരെ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആൾക്കാരോ പൊളിറ്റിക്കലായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ സ്വാധീനിക്കുന്നതാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ എല്ലാ നാഷണൽ അവാർഡും ഈ സ്വാധീനം കണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ സിനിമയിൽ പ്രൊപ്പഗണ്ട ഉണ്ടോ? രാഷ്ട്ര സ്നേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഭരിക്കുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ വിമർശിക്കുന്നുണ്ടോ? എന്ത് കള്ളത്തരങ്ങളും നിങ്ങൾ വെളുപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഭരിക്കുന്ന നേതാക്കളുമായി, അവരുടെ കൂട്ടാളികളുമായി കണക്ഷൻ ഉണ്ടോ? അവരുടെ അനുഭാവിയാണോ? നിങ്ങൾക്കൊരു അവാർഡ് പ്രതീക്ഷിക്കാം. കൊറിയോഗ്രാഫറും ഈ വർഷത്തെ ജൂറിമാരിൽ ഒരാളുമായ കലാമാസ്റ്റർ ഈ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അടുത്ത ദിവസം തന്നെ മറുപടി പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്ന് മാത്രം ഇവിടെ പറയട്ടെ. തമിഴ്നാട്ടിൽ ബെസ്റ്റ് ഫിലിമായി സെലക്ട് ചെയ്തത് രായനായിരുന്നു. ഏത്? മെയ്യായകൻ, മഹാരാജ ഒക്കെ ഉള്ളപ്പോൾ. ഇവിടെ ജൂറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ജൂറി മെമ്പർമാർ ധനുഷിനെ കണ്ട് ഇംപ്രസ് ആയത്രേ. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ റെക്കഗ്നൈസേഷൻ കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചത്രേ. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി കൊടുത്ത അവാർഡാണ് രായന് കിട്ടിയത്. ഇവിടെയാണ് നിങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. രായൻ സിനിമ നല്ലൊരു വെൽമെയ്ഡ് ആർട്ട് ഫോം ആണെന്ന് പറഞ്ഞ് അവർ വാലിഡേറ്റ് ചെയ്തിട്ടില്ല. നല്ല റൈറ്റിംഗ് ആണെന്ന് വാലിഡേറ്റ് ചെയ്തിട്ടില്ല. ധനുഷിനെ ആദരിക്കാൻ വേണ്ടി പുള്ളി എടുത്ത സിനിമയ്ക്ക് മികച്ച തമിഴ് ചിത്രത്തിനുള്ള അവാർഡ് കൊടുത്തു. ഇതാണ് കലാമാസ്റ്റർ പറഞ്ഞത്. സോ ഐറോണിക് അല്ലേ? ഇത് മാത്രമല്ല, ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയ്ക്കും ധനുഷിന് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുണ്ട്. രായന് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്നതിന് വ്യക്തമായൊരു പോയിന്റ് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബോളിവുഡ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന പാൻ ഇന്ത്യൻ ഫേസ് ആയ ധനുഷിനെ ആദരിക്കാൻ വേണ്ടിയാണ് എന്നതായിരുന്നു അവരുടെ ന്യായീകരണം. അല്ലാതെ രായൻ എന്ന സിനിമയ്ക്കുള്ള അവാർഡ് അല്ല അത്.
നാഷണൽ അവാർഡ് മൊത്തം ഒരു ലോബിയുടെ കുടക്കീഴിലായിരിക്കുന്നു കുറെ വർഷങ്ങളായി. പിന്നെ നമ്മുടെ മലയാളം സിനിമകൾക്ക് മാത്രമാണ് ഈ അവസ്ഥയെന്ന് കരുതരുത്. തമിഴ് ഇൻഡസ്ട്രിയിലും ഈ പ്രശ്നമുണ്ട്. അവരും ശരിക്കും ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാജയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡും ബെസ്റ്റ് ആക്ഷൻ ഡയറക്ഷനുമുള്ള അവാർഡും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മെയ്യഴകന് അതുപോലുമില്ല, വെറും ഒരു സ്പെഷ്യൽ മെൻഷൻ മാത്രം, അതും സൗണ്ട് ഡിസൈനിങ്ങിന്. പിന്നെ രായൻ ഏത് രീതിയിലാണ് മെയ്യഴകനേക്കാളോ വാഴയേക്കാളോ മഹാരാജയേക്കാളോ ഇതൊരു നല്ല ക്രാഫ്റ്റ് ആകുന്നത്? ഒരുപാട് പ്ലോട്ട് ഹോളുകളുള്ള സിനിമയാണ് രായൻ. മെയ്യഴകൻ, മഹാരാജ, വാഴ എന്നീ 3 മികച്ച സിനിമകൾ ഉള്ളപ്പോൾ ഈ രായൻ സിനിമ മറ്റു സിനിമകളെക്കാൾ എങ്ങനെയാണ് മികച്ചു നിൽക്കുന്നത് എന്നത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവില്ല. മറിച്ച് നമ്മൾ കോമൺ സെൻസ് മാറ്റിവെച്ച് തലയിൽ കുറച്ച് ചാണകം വെച്ച് ആലോചിച്ചാൽ ഇത് മനസ്സിലായേക്കാം. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കോമ്പറ്റീഷനിൽ കിഷ്കിന്തങ്കണ്ടം വേഴ്സസ് മഹാരാജ ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ വന്നത് പുഷ്പ 2 വേഴ്സസ് സവർക്കർ ആയിരുന്നു. എന്തൊരു വൈരുദ്ധ്യാഭ്യാസമാണല്ലേ ഇത്. അപ്പൊ ഇവിടെ ജൂറിമാർക്കിടയിൽ നടക്കുന്ന പൊളിറ്റിക്സ് ആണോ അത്? ജനങ്ങളുടെ വിധിയും ജനങ്ങളുടെ താല്പര്യവും ഒന്നായിരിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ, ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് ജൂറികൾക്ക് ഒരു നല്ല സിനിമ ചൂസ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഗവൺമെന്റ് ഈ സ്റ്റാൻഡേർഡുകൾ മാറ്റാൻ തീരുമാനിച്ചു. കൂടാതെ ജനങ്ങളിൽ നിന്ന് ഈ സത്യം അവർ മറച്ചു വെക്കുകയും ചെയ്തു. ഒരു 20-30 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ അവാർഡ് സിസ്റ്റം തന്നെ വേറെ രീതിയിലായിരുന്നു. നാഷണൽ അവാർഡുകളൊക്കെ കൂടുതലും കിട്ടിയിരുന്നത് ആർട്ടിസ്റ്റിക്കായ ഫിലിം മേക്കേഴ്സിനായിരുന്നു. സത്യജിത് റേ, ബാലു മഹേന്ദ്ര, അടൂർ ഗോപാലകൃഷ്ണൻ ഇതുപോലത്തെ ഡയറക്ടേഴ്സ് ആയിരുന്നു അവാർഡുകൾ ഡോമിനേറ്റ് ചെയ്ത് വാങ്ങിയിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും അവാർഡ് പടങ്ങൾ എന്ന്. അതായത് ആർട്ട് ഫിലിമുകൾക്ക് അവർ ഇട്ട പേരാണ് അവാർഡ് പടങ്ങൾ. ആ കാലഘട്ടത്തിൽ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അവാർഡ് വാങ്ങാൻ കാരണം ആർട്ടിനെയും മെയിൻ സ്ട്രീം സിനിമകളെയും അവർ നന്നായിട്ട് ബ്രിഡ്ജ് ചെയ്ത് ബാലൻസ് ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ ഹൈ ബഡ്ജറ്റ് ഇട്ട് വെറുതെ എന്റർടൈൻമെന്റിന് വേണ്ടി എടുക്കുന്ന സിനിമകൾക്കൊന്നും ജൂറി പരിഗണിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഇപ്പോൾ പോസ്റ്റ് ബാഹുബലി സമയത്ത് ഗവൺമെന്റ് ഒരു കാര്യം റിയലൈസ് ചെയ്തു. ഇന്ത്യയുടെ ഇമേജിനെ ഈ ആർട്ട് ഫിലിമുകൾ കുറച്ച് കാണിക്കുന്നുണ്ടെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ വാഴയ്ക്കോ അതുപോലുള്ള മറ്റു സിനിമകൾക്കോ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയെ അതുപോലത്തെ സിനിമകളാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ഒരു ചിന്ത വരും. അതായത് ഡിപ്രസിംഗ് ആയി, ഡാർക്കായി, പൊളിറ്റിക്കലായി, ദാരിദ്ര്യമൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ വരുന്ന സിനിമകൾ ഇന്ത്യയുടെ ഇമേജ് കുറയ്ക്കുന്നെന്നാണ് അവർ കരുതുന്നത്. അവർക്ക് ഇൻക്രെഡിബിൾ ഇന്ത്യയെ ഒരു ലെജൻഡറി രീതിയിൽ പ്രൊജക്ട് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ ഇതിലെ ഐറണി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സിനിമകളാണ്. അപ്പോൾ സത്യങ്ങൾ മറച്ചു വെക്കപ്പെടുന്നു എന്ന ആ ഡാർക്ക് ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസ് ഒരു സിനിമയാക്കിയാൽ അതിന് ആൾക്കാർ കൈയടിച്ചാൽ അതിനെ തഴയുന്നതിന് പകരം അതിനെ അംഗീകരിച്ച് അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയല്ലേ ഓരോ ഗവൺമെന്റും ചെയ്യേണ്ടത്. ഒരു ആർട്ട് ഫിലിമിന്റെ വിജയവും അംഗീകാരവും തന്നെ അവാർഡുകളാണ്. അതിൽ തന്നെ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് വലിയൊരു സ്റ്റാൻഡേർഡ് കൊടുക്കും. എന്തായാലും ആർട്ട് ഫിലിമുകൾക്ക് ബോക്സ് ഓഫീസിൽ സക്സസ് കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അവാർഡുകൾ കൊടുക്കാതെ ആ അംഗീകാരം കൂടെ ഇല്ലാതാക്കിയാൽ ഫിലിം മേക്കേഴ്സ് ആർട്ട് ഫിലിമുകൾ എടുക്കാൻ തന്നെ മടിക്കും. ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് അങ്ങനെ ഇല്ലാതാകും. അങ്ങനെ വന്നാൽ നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചും നമ്മുടെ ജീവിത രീതിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നമ്മൾ തന്നെ സംസാരിക്കാത്ത അവസ്ഥ വരും. വേറെ ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനും പോകുന്നില്ല. ലിറ്ററേച്ചർ വിൽ ഡൈ. കൽക്കിയും ക്യാപ്റ്റൻ മില്ലറും സോഷ്യൽ വാല്യൂവും എൻവയോൺമെന്റൽ വാല്യൂവും പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണെന്ന് അവർ പറയുമ്പോൾ തന്നെ അവരുടെ സെലക്ഷൻ പ്രോസസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മാസ് അപ്പീലുള്ള സിനിമകൾക്കാണ് അവാർഡ് പോകുന്നത്. അതുകൊണ്ട് ഫിലിം മേക്കേഴ്സ് ഇതനുസരിച്ചുള്ള സിനിമകൾ എടുക്കാൻ തുടങ്ങും. സോ സ്ലോ പേസ്ഡ് സിനിമകൾ വരുന്നത് തന്നെ കുറയും. കൈപ്പേറിയ സത്യങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പണ്ടൊക്കെ ജൂറികൾ എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാരും പണ്ഡിതരും ലെജൻഡറി ഡയറക്ടേഴ്സും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കൊമേഴ്ഷ്യൽ കൊറിയോഗ്രാഫർമാരും മെയിൻ സ്ട്രീം സിനിമാറ്റോഗ്രാഫറും മാസ് മാർക്കറ്റ് ഡയറക്ടർമാരും ഒക്കെയാണ് ഉള്ളത് എന്നത് സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ മഹാരാജയെക്കാളും ബെറ്റർ ആയിട്ട് അവർക്ക് പുഷ്പ 2 തന്നെയാകും തോന്നുക. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അവിടെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ തന്നെ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ക്രിക്കറ്റിലൊക്കെ സംഭവിച്ചതുപോലെ. ഈ ഒരു സമയത്ത് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ തവണത്തെ നാഷണൽ അവാർഡ് എനിക്ക് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു. കാരണം എങ്ങനെയാണോ നല്ല സിനിമകൾക്കും വലിയ എഫേർട്ടുകൾക്കും അംഗീകാരം കിട്ടാതെ പോയത്, അതുപോലെ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് സഞ്ജയ് ഗിരീഷ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ റീച്ച് ഭയങ്കര കമ്മിയായിരുന്നു. തീർച്ചയായും ഞാൻ ഈ സിനിമകളെയും ഈ ഷോർട്ട് ഫിലിമിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ നഷ്ടങ്ങൾ വേറെയാണെങ്കിലും ഇമോഷൻ ഒന്ന് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അംഗീകാരമാണ്, നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായമാണ്. ഷോർട്ട് ഫിലിം കണ്ടവരൊക്കെ പലരും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. കൂടുതലും പോസിറ്റീവ് ആയതിൽ സന്തോഷമുണ്ടെങ്കിലും നമ്മൾ കാണിക്കണമെന്ന് ആഗ്രഹിച്ച ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചിരുന്നില്ലല്ലോ എന്നതിൽ വലിയ വിഷമമുണ്ട്. സോ യെസ്, മറക്കാതെ കമന്റിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ 6 മിനിറ്റ് ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും ചെയ്യുക. നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം കമന്റുകളിൽ പറയുക. അപ്പോൾ ഈ അവാർഡ് സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ പഴയ നാഷണൽ അവാർഡ്സ് ഒന്നുമല്ല ഇപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്കും സിനിമകൾക്കും അവാർഡ് കിട്ടാതെ പോകുന്നു ഈ ഡാർക്ക് ആൻഡ് ചീപ്പ് പൊളിറ്റിക്സ് കാരണം. അതുകൊണ്ട് ഇനി മെയ്യഴകൻ, വാഴ പോലുള്ള ആർട്ടിസ്റ്റ് സിനിമകൾ മരിക്കാതെ നിലനിൽക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. OTT വരെ വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ശരിയായ ജഡ്ജ്മെന്റിലൂടെ അല്ലാതെ കൊടുക്കുന്ന അവാർഡുകൾ ഒരു നല്ല സിനിമയ്ക്ക് അപമാനം
സമരം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് തരികയാണെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് നല്ല ആർട്ട് ഫിലിമുകൾ എടുക്കാൻ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഉണ്ടാകും. പിന്നെ എത്ര പ്രതിഷേധം ഉയർന്നാലും എത്ര ആൾക്കാർ സംസാരിച്ചാലും ഭരണാധികാരികളൊന്നും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്നും ഡെമോക്രസി ഇല്ലാത്ത ഒരു ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികളുടെ സ്വേച്ഛാധിപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങൾ, അതിൽ വീണു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അതിപ്പോ ഡൽഹിയിൽ നടക്കുന്ന പാറ്റക്കൂട്ടങ്ങളുടെ സമരം തന്നെ എടുത്താൽ നമുക്കിത് മനസ്സിലാകും. എത്ര നാൾ ഇവർ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒരു നാൾ ഇത് തിരുത്തപ്പെടും. നമ്മൾ സൗത്ത് ഇന്ത്യൻ സിനിമകൾ എന്തുകൊണ്ടാണ് ഇത്രയും വേഴ്സറ്റൈൽ ആയിരിക്കുന്നത് എന്നതിനുള്ള വ്യക്തമായ ആൻസർ ഇതാണ്. നമ്മളെ ആരും നിയന്ത്രിക്കുന്നില്ല. നമ്മൾ ഇനിയും കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ നൽകിക്കൊണ്ടിരിക്കും. ഒരു നാൾ അവർ അത് അംഗീകരിക്കും. അതിനത്രയൊന്നും ദൂരമില്ല സുഹൃത്തുക്കളെ. ജനഗണമനയിൽ പറയുന്നത് പോലെ, ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ശുഭപ്രതീക്ഷയോടെ ഇവിടെ നിർത്തട്ടെ. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.